ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ടും തന്നെ ഇരിക്കുന്നു. എന്താല്ലേ, കുറച്ച് ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വീക്കെൻഡിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു കല്യാണത്തിന് പോയിട്ട് ഒരു വെഡ്ഡിങ് മേക്ക് ഓവറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തോ ആഡ് ചെയ്ത് കോപ്പിറൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ വീഡിയോ കോപ്പിറൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ പിന്നെ ഇതായിട്ടില്ല. അതിനുശേഷം പിന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ 1-2 ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് ഒരു ലോങ് വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് എനിക്ക് ലീവ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ എന്തായാലും ഇന്നത്തെ എൻ്റെ ലൈഫ്, ഓക്കെ ഇന്ന് എൻ്റെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ക്യാപ്ചർ ചെയ്യാമെന്ന്. അത് എത്രത്തോളം റെഡി ആകും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പം സമയം ഒരു 8:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 8:30-9 ടൈം ആയിട്ടുണ്ട്. കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല, കറക്റ്റ് ഞാൻ നോക്കാം. സമയം കറക്റ്റ് ഒരു 9:30 ആയിട്ടുണ്ട്. 8:30-9 അല്ല, 9:30 ആയിട്ടുണ്ട്. ഞാൻ 8:30 എണ്ണീറ്റതാണ്. 8:30 എണ്ണിച്ച് കുറച്ച് നേരം മൂടിയൊക്കെ ആയിട്ടിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ എണ്ണിക്കാൻ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഡ്യൂട്ടി ഇല്ലാത്ത ചില ദിവസങ്ങളിലാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് രാവിലെ എണ്ണിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ പേഴ്സണലി. അപ്പം എണ്ണീറ്റു കുറച്ച് മടിയായിരുന്നു രാവിലെ. അതിനുശേഷം ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് കുടിക്കണം. പിന്നെ ഇന്ന് ദോശയും കടലക്കറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിക്കണം. അത് കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം ഫുള്ളി കവർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. രാവിലെ എണീറ്റതൊന്നും എനിക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് പിന്നെ ഞാൻ പല്ല് തേക്കുന്ന എന്തൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്ന് തന്നെ വീഡിയോ ക്യാപ്ചർ ചെയ്ത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടണം എന്നൊക്കെയാണ്. അപ്പോൾ അത് എത്രത്തോളം ആ ഒരു ടൈം വരെ കിട്ടുന്നത് ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഇതിപ്പം ഞാൻ ഇതിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടയർഡായിരിക്കും. വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ പിന്നെ ഭയങ്കര മടിച്ചിയായി മാറും. ഒന്നതേ ഞാനൊരു മടിച്ചിയാണ്. ആ ഒരു പ്രപഞ്ചസത്യം നിങ്ങളിപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിവേസ്, അപ്പം ബാക്കി ഞാൻ വിശേഷങ്ങൾ കാണിച്ചു തരാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഇതിന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അവസാനവും എനിക്കിത് പറയണം. സോ എല്ലാവരും എന്തായാലും കാണാം. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ഇപ്പം ഞാൻ ചായയിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ചായ കുടിക്കുന്നത്. പല സമയം എനിക്ക് പല തോട്ട്സാണ്. അതുകൊണ്ട് ഇപ്പം ലാസ്റ്റായിട്ട് ഇഞ്ചി ഇട്ടിട്ട് ചായ കുടിച്ചാൽ നല്ലതാണ്, ദഹനത്തിനൊക്കെ നല്ലതാണ് എന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇഞ്ചി ഇട്ട് ചായ കുടിക്കുന്നതുകൊണ്ട് ഞാൻ പഞ്ചസാര വളരെ കുറച്ചാണ് ചായയിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ പഞ്ചസാര കുറച്ച് എനിക്കല്ലെങ്കിൽ രാവിലെ ഈ ഷുഗർ കട്ടിംഗ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ഇട്ടത്. അപ്പോൾ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ പഞ്ചസാരയുടെ കുറവുണ്ടെങ്കിലും നമ്മൾ അത്ര ഇതായിട്ട് കാര്യമാക്കത്തില്ല. നമുക്ക് രാവിലെ ചായ കുടിക്കാം. ദോശയും കടലക്കറിയും ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ദോശയും കടലക്കറിയും ഉണ്ടാക്കിയതിന് ശേഷം ദോശയും കടലക്കറിയും കഴിക്കുന്നത് കാണിച്ചത്. എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ കഴിക്കാറുമില്ല. എനിക്കതൊട്ട് ഇഷ്ടവുമല്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു 11 മണിയൊക്കെ സമയത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് 11 മണി സമയത്ത് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം, 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും എനിക്ക് ഡിലേ ആവാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കഴിക്കണം. അപ്പോഴത്തേക്ക് ചായ എല്ലാം കുറിച്ച് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. സോ അതിലേക്ക് നമുക്ക് കിടക്കാം. കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. രാവിലെ ദോശയും കടലയായിരുന്നു. കാരണം ഞാൻ ഫോൺ കണ്ടുകൊണ്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെന്തെന്ന് വെച്ചാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഫോൺ കാണുന്നൊരു വൃത്തികെട്ട ശീലമുണ്ട്. എല്ലാവർക്കും ആ ശീലമുണ്ട്. അതൊരു വൃത്തികെട്ട ശീലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് ഫോൺ കണ്ട് അത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് വേണം എനിക്ക് ആഹാരം കഴിക്കാൻ. കുറച്ച് നല്ല ടൈം വേണം. സോ അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫുഡ് എന്താണെന്ന് മാത്രം ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തൊക്കെ പോകണം. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഘടാരം നമുക്കൊന്ന് മടക്കി വെക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കുന്നതൊക്കെ ഒതുക്കി വെക്കണം എന്ന്, പക്ഷെ അതെന്തോ നടക്കാറില്ല. ഇതൊക്കെ ഒന്ന് ഒതുക്കണം. പിന്നെ തൂത്തൊക്കെ വാരാനായിട്ട് തൂത്ത് വാരണം. സോ അതൊക്കെയുള്ള ജോലി. അത് പെട്ടെന്ന് നമുക്ക് ഒതുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി. ഈ വെയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വൈകുന്നേരം മിക്ക ദിവസങ്ങളിൽ ഇപ്പം മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒതുക്കി പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് പോയിട്ട് മഴയ്ക്ക് മുമ്പ് തിരിച്ചു വരണം എന്നാണ് എൻ്റെ പ്ലാൻ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു 11:15 അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകാം. മുടിയൊക്കെ വാരി അങ്ങോട്ടൊരു കെട്ടാം. കെട്ടിയതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ആദ്യം നൈറ്റി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന്
ഇരിക്കണം. കാരണം ഞങ്ങൾ അധികം ഇപ്പം മുകളിൽ കിടക്കാറില്ല, കാരണം ഈ ചൂട് കാരണം മുകളിൽ അങ്ങനെ കിടക്കാറില്ല. നമ്മൾ താഴെയാണ് എല്ലാവരും കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ അധികം ആരും ഒതുക്കാറൊന്നുമില്ല. അപ്പൊ ഇന്ന് എനിക്ക് ഓഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അതിന് നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ചിടണം നല്ലതായിട്ട്. കാരണം എനിക്ക് പ്രേതാലയം പോലെ കിടക്കുമായിരുന്നു ഈ ഒരു റൂം. ഇതാണ് എൻ്റെ റൂം ഗൈസ്. ഞാൻ അങ്ങനെ അധികം ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ റൂമിൽ ഇപ്പം കയറുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് തന്നെ ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ജനലൊന്നും തുറന്നിടാറില്ല. ജനൽ തുറന്നിടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പാമ്പിനെ പേടിച്ചിട്ടാണ് നമ്മൾ തുറക്കാത്തത്. കാരണം ഇപ്പൊ ഏത് ഇൻസ്റ്റാഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും എല്ലായിടത്തും ഇഴജന്തുക്കളെയാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ജനൽ തുറന്നിടാൻ ഭയങ്കര പേടിയാണ്. ഞാൻ അതുകൊണ്ട് ജനലും കാര്യങ്ങളൊന്നും തുറന്നിടാറില്ല. ഇനി നമുക്ക് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മടക്കാനായിട്ട് പെട്ടെന്ന് അതും കൂടി ഞാനൊന്ന് മടക്കി വെക്കട്ടെ. മടക്കി വെച്ചതിന് ശേഷം 1-2 തുണി കഴുകാൻ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് പെട്ടെന്ന് കഴുകിയൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഫ്രഷായി നമുക്ക് റെഡി ആകുന്നത് തൊട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ എടുത്തങ്ങ് നിൽക്കും. ഓക്കെ, പിന്നെ ഞാൻ പെട്ടെന്ന് ഫ്രഷായി മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് റെഡി ആവാൻ തുടങ്ങി. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാകാം. ഇത്ര നേരം ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വൃത്തിയായി. ഇനി നമുക്ക് ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വലിയ മേക്കപ്പ് ഒന്നും ഇല്ല, നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി ഒരു UVയുടെ SPF 50+ സൺസ്ക്രീനും കൂടി ഇടും. പിന്നെ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒക്കെ ഒന്ന് തിക്കായിട്ട് എഴുതി കൊടുക്കും. ഒരു ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും. എന്തില്ലാതെയും ഞാൻ ജീവിക്കും, പക്ഷെ ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്ക് ജീവിക്കുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ കൂടി. ഇതിൻ്റെ സൺസ്ക്രീൻ ഫുള്ള് തീർന്നിട്ടുണ്ട്. നമുക്ക് നല്ലോണം മാറിപ്പോത്തവൻ ഈ ചൂടത്ത് നല്ലോണം മാറിപ്പോത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ 2 ഐബ്രോസാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമുക്ക് ഡാസ്ലറിൻ്റെ തന്നെയാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ബ്രൗൺ ഷെയ്ഡാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഇതും ഡാസ്ലറിൻ്റെ തന്നെ ഒരു ഐബ്രോയാണ്. ഇത് ബ്ലാക്ക് ആണ് ആക്ച്വലി. ഇത് നല്ലതാണ്, ഇച്ചിരി തിക്കായിട്ടൊക്കെ ഇത് ഏകദേശം നല്ലതാണ്. പിന്നെ ഈ സൈഡിൽ ബ്രഷ് ഉണ്ട്. ഈ സൈഡിൽ വെച്ച് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറേസറാണ്, കൂടിയാൽ നമുക്ക് വായിച്ചിടാം. അപ്പം ഞാൻ ഇതുകൊണ്ട് എഴുതിയതിന് ശേഷം ഇതുകൊണ്ടിട്ടാണ് ഈ ബ്രഷ് കൊണ്ടിട്ടാണ് അത് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ ഐബ്രോ എഴുതുന്ന സമയത്ത് ഇവിടെ എഴുതരുത്. ഇവിടുന്നേ നമ്മൾ എഴുതുവാണെങ്കിൽ ഇത് നമ്മൾ മറ്റേ മീശമാധവനകത്തെ ഭഗീരഥൻ പിള്ളയല്ല അല്ലേ, ലൈക്ക് നിങ്ങളുടെ പേര് പറഞ്ഞതുപോലെ അതിനകത്ത് എന്തായിരുന്നു, എന്തോ ഒരു പേരുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും കാര്യം അത് നമ്മൾ പറയാൻ വരുമ്പോൾ അത് നമ്മളങ്ങനെ കിട്ടത്തില്ല, സംഭവമായിപ്പോവും. പിള്ളേച്ചയുടെ പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും എഴുതുക. നമ്മൾ ഏറ്റവും എൻഡിൽ നിന്ന് നല്ല രീതിക്ക് എഴുതി കൊടുക്കുക. ഏറ്റവും എൻഡിൽ നിന്ന് എഴുതിയതിന് ശേഷം ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എനിക്ക് ഒന്നാമത്തെ കാര്യം പിരികയില്ല, ഐബ്രോസ് നമുക്കില്ല. പിന്നെ എന്തോ കൊച്ചിലെ എനിക്കൊന്ന് എനിക്ക് കണ്ണൊന്നും എഴുതിക്കൊണ്ടിട്ട് ഞാൻ തോന്നുന്നു ചെയ്യാനോ ഗൈസ്, പിരിയുന്നില്ല. കൂടെ നമുക്ക് വാങ്ങിക്കാം, പക്ഷെ കൂടിയിട്ടില്ല. ഇപ്പം ഇതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ഒരു ലൈൻ ചെയ്ത് കൊടുത്താൽ അത് നല്ല ഭംഗിയായി ഇരിക്കും. അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ടോക്കൺ പൗഡർ ഇടണം, ലിപ് ബാം ഇടണം, ലിപ്സ്റ്റിക് ഇടണം. ഇത് ഞാൻ ലിപ്സ്റ്റിക് ഇല്ലാതെ നിൽക്കുന്ന ഒരു കോലമാണ്. സോ എനിക്കിങ്ങനെ നിൽക്കുന്ന എന്നെ എനിക്കിഷ്ടമല്ല. ഓക്കെ, പിന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ആദ്യം ഇട്ട ഡ്രസ്സല്ല പിന്നീട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്കെന്തോ അതങ്ങോട്ട് പിടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പുനലൂർ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. പിന്നെ പുറത്ത് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെയായിരുന്നല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുനലൂർ രാധാസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി പുതിയ രാധാസ് വന്ന കാര്യം ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് 1-2 വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മൾ കുറേ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കുറേ സൽവാറും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. 1-2 എണ്ണം ഞാനാണെങ്കിൽ ട്രയലും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ സൽവാർ മീൻസ് ഷറാറ എന്ന് പറഞ്ഞൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ചേരുന്ന സൈസ് അവിടെ ഇല്ലായിരുന്നു, എല്ലാം സ്മോൾ സൈസസ് ആയിരുന്നു. അപ്പോൾ എനിക്കത് അങ്ങോട്ട് ഇതായിക്കില്ല. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി
പിന്നെ എല്ലാം നമ്മളൊന്ന് നോക്കണമല്ലോ, എവിടെ പോയാലും നമ്മൾ പെൺപിള്ളേരുടെ ഒരു പൊതിതാണല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണം, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണണം, അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അങ്ങനെ ഞങ്ങൾ പോയി ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഓടിച്ച്. പിന്നെ ലാസ്റ്റ് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ചുരിദാറും പിന്നെ ഒരു മെറ്റീരിയലും എന്തൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ എടുത്ത ചുരിദാർ ഞാൻ എന്തായാലും കല്യാണത്തിന് അന്ന് ഇടാം, അപ്പം കാണാം. അല്ലാണ്ട് ഇനി ഇപ്പോഴേ നമ്മളിട്ടത് വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് വീഡിയോയിൽ കാണിക്കാനത്. പിന്നെ അനിയനെ ഡ്രസ്സ് നോക്കാനായിട്ട് അപ്പോൾ ഈ രാധാസിലെ മെൻസിനും നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അവനും കൂടി അവിടെ നിന്ന് എടുക്കാമെന്ന് കരുതി നമ്മൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എപ്പോഴും പുനലൂർ പോകുമ്പം കഴിക്കുന്നൊരു ഇതുണ്ടായിരുന്നു, ഡിമോളിനകത്ത് തന്നെ ലെമൺ ലീഫിൻ്റെ ഒരു കഫേ റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല ആംബിയൻസോടുകൂടി ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരിടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കഴിക്കാൻ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്, ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഒരു പെരി അൽഫാം ക്വാർട്ടറും പൊറോട്ടയും കുബൂസും, പിന്നെ അവനാണെങ്കിൽ ഫ്രൈഡ് റൈസ്, അൽഫാം ക്വാർട്ടർ, മന്തി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് മേടിച്ചു, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ വയറ് തടിപ്പിക്കാനായിട്ട് ഒരു സ്ട്രോബെറി ഷേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കുടിച്ച് നമ്മൾ ബസ് കയറി വീട്ടിൽ വന്നു.